രാഹുൽ, നമ്മൾ ഇനി പോകുന്നത് ഹരിപ്പാടൊക്കെയാണ്. ഹരിപ്പാട് എന്ന് പറയുമ്പോൾ നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടാണ്. അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ട നിയോജക മണ്ഡലത്തിലെ ആൾക്കാരാണ്. ഹരിപ്പാട് എന്ന് പറയുമ്പോൾ അത്രയും സ്റ്റാർ മണ്ഡലം തന്നെയാണ്. എന്ത് തോന്നുന്നു? രമേശ് ചെന്നിത്തല തന്നെ ഈസി ആയിട്ട് വിജയിക്കുന്ന ഒരു മണ്ഡലമാണ്. ഈ വചസ്പതി ഒന്നും പ്രശ്നമാവില്ല. അല്ല, അതിനപ്പുറത്തേക്ക് നമ്മൾ ആ മണ്ഡലത്തെ പറ്റി പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും രമേശ് ചെന്നിത്തല ആയിരിക്കും അവിടെ വിജയിക്കാൻ പോകുന്നത്. പക്ഷെ അവിടുത്തെ ആ മണ്ഡലത്തിനെ പറ്റി ഒരു അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് BJPയുടെ കൃത്യമായിട്ടൊരു ലക്ഷ്യമുണ്ട്. BJPയുടെ ആണെങ്കിലും CPM-ന്റെ ആണെങ്കിലും കോൺഗ്രസിനുള്ളിലെ ശക്തമായിട്ടുള്ള നേതാക്കന്മാരുണ്ട്. ഇപ്പോൾ VD സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തല ആണെങ്കിലും അതേപോലെ ശക്തരായിട്ടുള്ള നേതാക്കന്മാരെ തെരഞ്ഞു പിടിച്ച് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തെരഞ്ഞു പിടിച്ച് ഭൂരിപക്ഷം കുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് വചസ്പതിയെ ഹരിപ്പാട് കൊണ്ടിട്ടേക്കുന്നത്. ഹരിപ്പാടിനെ സംബന്ധിച്ച് ഹരിപ്പാട് ഇപ്പോൾ BJP കുറച്ച് വളർന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തല തന്നെ വിജയിച്ച് വരുമെന്ന് പറയുന്ന സാഹചര്യത്തിലും ഹരിപ്പാട് BJPയുടെ വോട്ട് ഷെയർ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ അവിടെ പ്രതിഫലിച്ചേക്കാം. കാരണം ശക്തനായിട്ടുള്ള നേതാവിനെയാണ് അവിടെ ഇടുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലമല്ലേ? അതെ, സ്വാഭാവികമായിട്ട് ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലമാണ്. ഏകദേശം 10 ഗ്രാമപഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയുമാണ് ഹരിപ്പാട് ഗ്രാമപഞ്ചായത്തിൽ വരുന്നത്. 2016 തെരഞ്ഞെടുപ്പിൽ 1,88,651 പേരായിരുന്നു വോട്ടർമാരുണ്ടായിരുന്നത്. അതിന്റെ ഒരു പാറ്റേൺ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാല് രമേശ് ചെന്നിത്തല അവിടെ 2011 പിന്നീട് മത്സരിക്കുന്നത്. അതായത് അദ്ദേഹം 2 തവണ അതിനു മുമ്പിട്ട് മത്സരിച്ചിട്ടുണ്ട്. 1982 1987 രമേശ് ചെന്നിത്തലയായിരുന്നു. അദ്ദേഹം ചെറിയ പ്രായത്തിൽ കടന്നു വരുന്ന ഒരു നേതാവാണ്. ചെറിയ പ്രായത്തിൽ MLA ആവുന്ന ഒരാളാണ്. ചെറിയ പ്രായത്തിൽ മന്ത്രിയാകുന്ന ഒരാളാണ്. കരുണാകരൻ മന്ത്രിയാക്കിയ. അതെ, തീർച്ചയായിട്ടും. അപ്പം കേരള രാഷ്ട്രീയത്തെ അത്ര പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു നേതാവായിരുന്നു രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം NSUവിന്റെ ദേശീയ പ്രസിഡന്റ് ആയിരുന്നു. ഇന്ദിരാഗാന്ധി സംസാരിക്കാൻ വരുമ്പോൾ പരിഭാഷപ്പെടുത്തുന്ന ചെറുപ്പക്കാരനാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ഹിന്ദി അധ്യാപകനായിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തലയെ പറ്റി ഏറ്റവും വലിയൊരു വിഷയം വന്നത് 2011 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആഭ്യന്തരമന്ത്രിയാക്കുന്ന ഒരു സാഹചര്യത്തിൽ അന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി വാദിച്ചത് NSS ആയിരുന്നു. അങ്ങനെ NSSന്റെ ഒരു നോമിനി എന്നുള്ളൊരു പേര് രമേശ് ചെന്നിത്തലയ്ക്ക് വരികയും അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ താക്കോൽ സ്ഥാനം, അതായത് NSSന്റെ താക്കോൽ സ്ഥാനം കൈകാര്യം ചെയ്യുന്ന ഒരാളായിട്ട് രമേശ് ചെന്നിത്തലയെ മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടായി. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ തന്നെ നശിപ്പിച്ചു. അത് പക്ഷേ അദ്ദേഹം പറഞ്ഞതല്ല, അവരെല്ലാം കൂടെ വോളണ്ടിയറായിട്ട് വന്ന് അദ്ദേഹത്തിന്റെ പേര് ചാർത്തിയത്. അതെ, സ്വാഭാവികമായിട്ട് നമുക്കറിയാം രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവ് കേരള രാഷ്ട്രീയത്തിൽ തന്നെ KSUവിലെ കടന്നു വന്നു, യൂത്ത് കോൺഗ്രസിലൂടെ വരുന്നു, NSUവിന്റെ ദേശീയ നേതാവ് വന്ന ഒരാളാണ്. അതെ, യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതാവായിരുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ചു ആ നേതാവിന്റെ ഒരു റേഞ്ച് ഒന്ന് ആലോചിച്ചു. കരുണാകരൻ കണ്ടെത്തിയത് മാത്രമല്ല, ദേശീയ രാഷ്ട്രീയത്തിൽ എത്ര നാളുണ്ടായിരുന്നു? അതെ, ദേശീയ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് വന്നിട്ടുള്ള ഒരാൾക്ക് 2011 അദ്ദേഹം മത്സരിച്ച് നിയമസഭയിലേക്ക് പോകുമ്പോൾ NSS വന്നിട്ട് പറയുക, രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് കൊടുത്തില്ലെങ്കിൽ ഇവിടെ ഞങ്ങൾ വിഷയം ഉണ്ടാക്കുന്നു. അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹത്തിന് അത് വേണ്ടുന്ന ഒരാളായിരുന്നു. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നാണല്ലേ അങ്ങോട്ട് വന്നത്. അതെ അതെ. അപ്പോ അത്രയും ശക്തനായിട്ടുള്ള നേതാവിന് NSS പറഞ്ഞിട്ട് വേണോ സീറ്റ് കൊടുക്കാൻ? തീർച്ചയായിട്ടും NSS പറഞ്ഞിട്ട് വേണോ മന്ത്രിയാക്കാൻ? അത് പാർട്ടി ചെയ്തോളും. പക്ഷെ അന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ, അതായത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു വിഷയമായിരുന്നു എന്ന് ഞാൻ എപ്പോഴും നോക്കി കാണുന്ന ഒരാളാണ്. കാരണം NSS അങ്ങനെ എഡ്ജ് അദ്ദേഹത്തിന് പോയി അല്ലെ, ജനങ്ങളുടെ ഉണ്ടായിരുന്ന ഒരു അതായത് ഒരു ജനനായകൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്നത് ഈ മത നേതാക്കന്മാരുടെ കീഴിൽ ചെന്ന് കാവലായി കിടക്കേണ്ട ഒരാളല്ല. ഒരു മത നേതാവിന്റെ ഒരു അടിമയല്ല. കരുണാകരൻ ഒരിക്കലും മത നേതാക്കളുടെ അടുത്ത് പോയിട്ടില്ല. AK ആന്റണിയും അങ്ങനെ പോയിട്ടില്ല. കോൺഗ്രസിന് അങ്ങനെ ഒരു പാരമ്പര്യം. അതെ, സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ കൊണ്ട് ഒരു ചാർത്തിയതാണ്. സ്വാഭാവികമായിട്ടും എന്താണെങ്കിലും ഓരോ മത നേതാക്കന്മാരും ഓരോരുത്തർക്കും പിന്തുണ പ്രഖ്യാപിക്കും. അത് സ്വാഭാവികമായിട്ടുമുള്ള ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ NSS ബഹുദൂരം ശരിദൂരം എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അത് വേറെ കാരണങ്ങളൊക്കെ ഉമ്മൻചാണ്ടിയോടൊപ്പം പിടികൊടുക്കാത്തതുകൊണ്ടാണ്. അതെ, ഉമ്മൻചാണ്ടിയോടൊപ്പമായിരുന്നു എന്നുള്ള താല്പര്യങ്ങൾക്ക് ഉമ്മൻചാണ്ടി പിടികൊടുത്തില്ല. അതാണ് ശരിദൂരം ബഹുദൂരം ഒക്കെ വന്നത്. അതെ, എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം പോയി. പക്ഷേ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് അദ്ദേഹം അവിടെ ഭൂരിപക്ഷം ഉയർത്തി തന്നെയാണ് വരുന്നത്. 2011 പിന്നീട് അദ്ദേഹം മത്സരിക്കാൻ വരുന്ന സാഹചര്യത്തിൽ 67,378 വോട്ടുകൾക്കാണ് അദ്ദേഹം വരുന്നത്. ഏകദേശം 50% വോട്ട് ഷെയർ അവിടെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിലൂടെ മത്സരിച്ചത് G കൃഷ്ണപ്രസാദ് ആയിരുന്നു. G കൃഷ്ണപ്രസാദ് വാങ്ങിച്ചത് 61,858 വോട്ടുകളായിരുന്നു. പിന്നീട് വോട്ട് ഷെയർ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 2016
രമേശ് ചെന്നിത്തല മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നത് 75,980 വോട്ടുകളാണ്. അതായത് 51.2%. അന്ന് മത്സരിക്കുന്നത് പി പ്രസാദ് ആണ്, ഇന്നത്തെ മന്ത്രി പി പ്രസാദ്. അദ്ദേഹം വാങ്ങിക്കുന്നത് 57,359 വോട്ടുകളാണ്, അതായത് 38.6% വോട്ട് ഷെയർ. പക്ഷേ 2021 വരുമ്പോൾ ഭൂരിപക്ഷം മെല്ലെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. 72,768 വോട്ടുകൾ, അതായത് 48.5%. ആർ സജിലാലായിരുന്നു അന്ന് CPIക്ക് വേണ്ടിയിട്ട് മത്സരിച്ചത്. 59,102 വോട്ടുകളാണ്, അതായത് 39%. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അതെ, അവിടെ BJPക്ക് വേണ്ടി മത്സരിച്ചത് കെ സോമനായിരുന്നു. 17,890 വോട്ടുകൾ, അതായത് 11.9% അവിടെ BJPക്ക് ഉള്ളത്. അതെ, വോട്ട് വർധനവ് അപ്പോൾ BJPക്ക് ഉള്ളത്. അപ്പോൾ BJP സ്വാഭാവികമായിട്ട് അവിടെ വോട്ട് വർദ്ധിപ്പിച്ച് വരുന്നൊരു സാഹചര്യമാണുള്ളത്. ഇനി 2026 തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ അവിടെ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഇപ്പോൾ BJP CPM ലീഡ് പല സ്ഥലങ്ങളും പറയുന്നുണ്ട്. അതേപോലെ തന്നെ പറവൂരാണെങ്കിൽ പോലും VD സതീശനെ തോൽപ്പിക്കാൻ വേണ്ടി വലിയ സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹരിപ്പാട് രമേശ് ചെന്നിത്തലയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും BJP ആണെങ്കിലും CPM ആണെങ്കിലും ഡീലല്ല, അവിടെ കൃത്യമായിട്ടൊരു അങ്ങോട്ട് നീക്കുപോക്കുകൾ പലപ്പോഴും. കാരണം കോൺഗ്രസിലെ ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ തകർത്തു കഴിഞ്ഞാൽ കോൺഗ്രസിനെ തകർക്കാം. അതെ, അതായത് കോൺഗ്രസിന് അനുകൂലമായിട്ട് ശക്തമായിട്ട് നിൽക്കുന്ന മണ്ഡലങ്ങളിൽ വലിയൊരു വിള്ളൽ വീഴ്ത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ഇവർക്ക് കടന്നു കയറാൻ കഴിയും. ഹരിപ്പാട് പോലുള്ള മണ്ഡലങ്ങളിൽ BJPക്ക് കടന്നു കയറാൻ കഴിയാവുന്നതേ ഉള്ളൂ. BJPയിലെ രാഷ്ട്രീയം അതെ, BJPയുടെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് അവിടെ ഒരുപാട് ക്ഷേത്രങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതെല്ലാം BJP ആണ് പലപ്പോഴും കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നത്. പക്ഷെ അവിടേക്ക് കൈകാര്യം ചെയ്ത് BJP കൊണ്ടുപോകാൻ ഒരു ശേഷിയുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഇപ്രാവശ്യം സന്ദീപ് വാചസ്പതി. ഞാൻ കേട്ടിട്ടുള്ളത് രമേശ് ചെന്നിത്തലയ്ക്ക് അവിടെ വ്യക്തമായ ഒരു സ്വാധീനം ഉണ്ടെന്നാണ് പറയുന്നത്. ഹിന്ദുവിലെ എല്ലാ ജാതി മതസ്ഥരുമായിട്ടും, ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ എല്ലാവരുമായിട്ടും ഉണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എത്ര വർഷമായിട്ട് അവിടുത്തെ ഒരു നേതാവാണ്. അത് മാത്രമല്ല, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു, അതേപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. ഇതേ സമയത്ത് അവിടെയുള്ള ജനങ്ങളുമായിട്ട് അദ്ദേഹം ഇടപെട്ടിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഈ കാലഘട്ടത്തിലെ എനിക്ക് തന്നെ അറിയാൻ കഴിഞ്ഞത് കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹം മണ്ഡലങ്ങളാണ്. ഈ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് ആളുകൾ ഏറ്റവും കളിയാക്കി പറയുന്നത് കേരളത്തിലെ ഏത് ഉദ്ഘാടനത്തിനും പോകുന്ന ഒരു നേതാവായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. വാഴക്കുലയ്ക്ക് എന്തെങ്കിലും, അതായത് വാഴക്കുല, അതായത് പഴക്കട ഉദ്ഘാടനം, ചിക്കൻ സ്റ്റാൾ ഉദ്ഘാടനം, അതായത് നാട്ടിലെ ഇത്തരത്തിലുള്ള എല്ലാ പരിപാടിക്കും പോകും. ജനകീയനാണ്. അല്ല, പല ആളുകളും അദ്ദേഹത്തിന് കളിയാക്കും. അദ്ദേഹത്തിന് എന്താ ഭ്രാന്താണോ, ഇത്രയും വലിയൊരു നേതാവ് നാട്ടിൽ പോയിട്ട് പഴക്കട ഉദ്ഘാടനം ചെയ്യുന്നു, ചിക്കൻ സ്റ്റാൾ ഉദ്ഘാടനം ചെയ്യുന്നു, കൊച്ചു കൊച്ചു കടകൾ, പെട്ടിക്കടകൾ ഉദ്ഘാടനം ചെയ്യുന്നു, ഇയാൾക്ക് എന്ത് ഭ്രാന്താണോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. രാവിലെ ഇത് പറയുമ്പോഴേ അദ്ദേഹം വ്യവസായ മന്ത്രി അയക്കുന്ന സമയത്താണ് എൻ്റെ ഒരു ബന്ധുവിന്റെ കമ്പനി തിരുവനന്തപുരത്ത് ഇൻഡസ്ട്രി ഏരിയയിൽ അജാക്സ് ഇൻഡസ്ട്രീസ് എന്നുള്ള കമ്പനിയുടെ പേര്. അവരിപ്പോഴും ആ കമ്പനി കൊണ്ട് ജീവിച്ചു പോകുന്നവരാണ്. കാരണം എന്ന് വെച്ചാൽ അവർ പറയുന്നത് ഇദ്ദേഹത്തെ കൊണ്ട് ഉദ്ഘാടനം ചെയ്തതിൻ്റെ എത്ര വർഷമായെന്നറിയോ, ഏതാണ്ട് ഒരു 30 വർഷത്തിനടുത്ത് കൂടുതൽ വരുന്നതാണ്. ഇപ്പോഴും ആ കമ്പനി പോകുന്നുണ്ട്. ആ ഐശ്വര്യം എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയണ്ട, പറയുന്നില്ല, പറയാം, കളിയാക്കി പറയുന്നതാണ്. ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇദ്ദേഹം വലിയ വലിയ പ്രോഗ്രാം ആശയക്കായിരിക്കും. അല്ല, അദ്ദേഹം ഇന്റർവ്യൂ എന്നെ കൊടുക്കുന്നത് നോക്കി കഴിഞ്ഞാൽ ഈ നാട്ടിലെ എല്ലാ ഓൺലൈൻകാർക്കും കൊടുക്കാറുണ്ട്. അതായത് ചില ആളുകളൊന്നും വലിയ ഒരു സ്റ്റാർഡം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഇന്റർവ്യൂ കൊടുക്കാനൊന്നും പോകത്തില്ല. പക്ഷേ രമേശ് ചെന്നിത്തല അങ്ങനെയല്ല. മാധ്യമങ്ങൾ ചെന്നൊരു മൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം സംസാരിക്കാം. അദ്ദേഹം ആരെയും പിണക്കുന്നൊരു സ്വഭാവക്കാരനല്ല. പക്ഷേ അദ്ദേഹത്തിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2016 പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അഴിമതി കാര്യങ്ങൾ, അതെ, പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുള്ള അഴിമതികൾ അന്ന് കോൺഗ്രസ് അത് ഏറ്റെടുത്തിട്ടില്ല. കോൺഗ്രസിന് 2021 അധികാരം കിട്ടാതെ പോയതിന്റെ പ്രധാനപ്പെട്ട കാരണം 2016 അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സ്പ്രിംഗ്ലർ തൊട്ട് ഇങ്ങോട്ട് സ്വർണ്ണക്കടത്ത് തൊട്ട് എത്ര അഴിമതികളാണ് രമേശ് ചെന്നിത്തല കൊണ്ടുവന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയും മകളുമായിട്ടുള്ള എത്ര വിഷയങ്ങളാണ്, ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതെല്ലാം കൊണ്ടുവന്നത് രമേശ് ചെന്നിത്തലയാണ്. പിന്നീട് 2021 VD സതീശൻ വരുമ്പോൾ അദ്ദേഹം ഇതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് പോകുന്ന ഒരാളായിട്ട് മാത്രമാണ് മാറുന്നത്. ഈ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് മറ്റൊരു കാര്യം പറയാനുള്ളത്, അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്ത് പോലീസിലുണ്ടായിരുന്ന ഒരു സ്വാധീനം ഇപ്പോഴും അദ്ദേഹത്തിന് ആ സ്വാധീനമുണ്ട്.
പോലീസിൽ നിന്നും കൃത്യമായിട്ട് രഹസ്യ വിവരങ്ങൾ കണ്ടെത്തി മാധ്യമങ്ങൾ മുന്നിൽ, ഇപ്പോൾ സാധാരണയായിട്ട് കോൺഗ്രസ്സുകാരെ നമുക്കറിയാം, ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ ആരാണ് ആദ്യം പറയുന്നത്, പക്ഷെ കൃത്യമായിട്ട് കണക്കുകൾ കിട്ടുന്ന ഒരേ ഒരാൾ എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹത്തിന് കിട്ടാത്ത സോഴ്സുകളില്ല. അതാണ് ഒരു നേതാവിനെ പറ്റിയുള്ള ഏറ്റവും വലിയൊരു വിഷയം. അത് തന്നെയാണ്, അദ്ദേഹത്തിന് കിട്ടാൻ കഴിയുന്ന സോഴ്സുകൾ അദ്ദേഹം കൃത്യമായി കണ്ടെത്തി അത് കൊണ്ടുവന്ന് കൃത്യമായി അദ്ദേഹം വിളിച്ചു പറയും. പിണറായി വിജയനുമായി ബന്ധപ്പെട്ട അടുത്ത വിഷയം അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ വീണ്ടും അടുത്ത വിഷയം വന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ രമേശ് ചെന്നിത്തലയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം തന്നെയാണ് ഉന്നയിച്ചത്, ഈ തെരഞ്ഞെടുപ്പിലല്ല, കഴിഞ്ഞ 6 വർഷം മുമ്പോട്ടുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ BJPയും LDFുമായിട്ട് വോട്ട് ഷെയറിങ് പല മണ്ഡലങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. അതിന്റെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ, അതായത് CPMനെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ BJPക്ക് കടന്നു വരാം. ഇനിയിപ്പോ BJP നോക്കുന്നത് CPMന് വോട്ട് കൊടുക്കാനല്ല, BJPയുടെ തനതായിട്ടുള്ള വോട്ട് ഷെയറുകൾ വാങ്ങിക്കുക, സ്വന്തം മണ്ഡലങ്ങൾ വർദ്ധിപ്പിക്കുക. ഇപ്പൊ BJPക്ക് നിലനിൽപ്പിനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. കാരണം നമുക്കറിയാവുന്നതുപോലെ 2016 BDJSനെ കൊണ്ടുവരുന്നു, അങ്ങനെ ഒരുപാട് കൊച്ചു കൊച്ചു പാർട്ടികൾ കൊണ്ടുവരുന്നു. ഇപ്പൊ 2026 2020 കൊണ്ടുവരുന്നു. അങ്ങനെ സഖ്യകക്ഷികളെ കേരളത്തിൽ വേറെ ഘടകങ്ങൾ ചിലപ്പോൾ അങ്ങേയറ്റം പോയി ചിലപ്പോൾ കേരള കോൺഗ്രസിനെ അവർ അടുപ്പിക്കും. അതെ, അടുത്തോട്ടം കേരള കോൺഗ്രസ് ആയിരിക്കും, ചിലപ്പോ കേരള കോൺഗ്രസ് മാണിയോ കേരള കോൺഗ്രസ് ജോസഫോ ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പിനെ വീണ്ടും BJPയിലേക്ക് കൊണ്ടുവരാൻ. അതിനുശേഷം BJP അവിടെ വളരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. എന്ത് തന്നെയാണെങ്കിലും ഹരിപ്പാടേക്ക് വന്നു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയ്ക്ക് പണി കൊടുക്കാൻ തന്നെയാണ് BJP കാൻഡിഡേറ്റിനെ അവിടെ ഇട്ടിട്ടുള്ളത്. അത്യാവശ്യം നല്ല കാൻഡിഡേറ്റാ. അതെ, സ്വാഭാവികമായിട്ടും നല്ലൊരു മത്സരം നടക്കും. അപ്പോ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഹരിപ്പാട് മത്സരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. TT ജിംസൺ ആണ് LDFിന് വേണ്ടി മത്സരിക്കുന്നത്. NDAക്ക് വേണ്ടിയിട്ട് സന്ദീപ് വാചസ്പതിയാണ് മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ ചിത്രത്തിലുണ്ടാവില്ല. ഇല്ല, അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഇപ്രാവശ്യം വലിയൊരു ഭൂരിപക്ഷമായിരിക്കും എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടലനുസരിച്ച്. അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ 72,768 വോട്ടുകൾ, അതായത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് കിട്ടിയ 13,666 എന്ന് പറയുന്ന ഒരു ഭൂരിപക്ഷം ഇപ്രാവശ്യം 25,000 മുകളിൽ ഭൂരിപക്ഷത്തിൽ, അല്ലെങ്കിൽ 30,000 മുകളിൽ ഭൂരിപക്ഷത്തിലായിരിക്കും രമേശ് ചെന്നിത്തല ഇപ്രാവശ്യം വിജയിക്കാൻ. പിടിക്കാൻ സാധിക്കും. അല്ല, സന്ദീപ് വാചസ്പതിയെ നിർത്തുന്ന ഒരു സാഹചര്യത്തിൽ LDFുമായി ബന്ധപ്പെട്ട LDFിന്റെ വോട്ടുകൾ, LDFിന് ഏകദേശം 10,60,000 വോട്ടുകളുണ്ട്. 60,000 വോട്ടുകളുണ്ട്. അതിൽ നിന്നും 10,20,000 വോട്ടുകൾ എന്താണെങ്കിലും രമേശ് ചെന്നിത്തലയ്ക്കായിരിക്കും പോകാൻ പോകുന്നത്. കാരണം ഭരണവിരുദ്ധ വികാരം കൃത്യമായിട്ടുണ്ട്. അത് രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായിരിക്കും. ഇപ്പോൾ ഉള്ള 13,000 ഭൂരിപക്ഷം എന്ന് പറയുന്നത് നാളെ അതൊരു 20,000-നും 30,000-നും ഇടയിലുള്ള ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിരിക്കും തീർച്ചയായിട്ടും.